ഹലോ, നമസ്കാരം. എല്ലാവർക്കും നൂറുമേനി കിച്ചണിലേക്ക് സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, ഇതാ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ബീഫ് മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതാ 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതാ ഒരു അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമ്മുടെ കുരുമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ചൂടാക്കി എടുക്കാനാണ്. പിന്നെ നമ്മൾ പെരിഞ്ചീരകം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ല ജീരകം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ. ആ മുളക് പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന മല്ലിപ്പൊടിയാണ്. നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഗരം മസാലയുണ്ട്. ആ ഗരം മസാലയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അടിപൊളിയായിട്ടൊന്ന് ചൂടാക്കി അതെല്ലാം കൂടെ ചൂടാക്കി എടുത്ത ചൂട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് അതെല്ലാം കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നല്ല സൂപ്പർ ഒരു മന്തി മസാലയാണത്. നമ്മൾ 100 ഗ്രാം വലിപ്പത്തിലുള്ള ബീഫ് 1.5 കിലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാം വലിപ്പമുണ്ട്. നമ്മൾ ചെയ്യുന്ന 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 ഉണങ്ങി നാരങ്ങ എടുത്തിട്ടുണ്ട്, 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമ്മള് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, ഒരു പിടി മല്ലിയില നമ്മൾ അരിഞ്ഞ് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതെല്ലാം കൂടി നമ്മളൊരു കുക്കർ എടുക്കുക. ആ കുക്കർ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ബീഫ് നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ ബീഫ് 100 ഗ്രാം വലിപ്പമുണ്ട്, അടിപൊളി ഒരു മന്തി ആയിരിക്കും. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം 2 ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട്, 2 ക്യാപ്സിക്കം അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും ചതയ്ക്കാതാണ് നമ്മൾ ഇടുന്നത്. ചെറുതായിട്ട് കഷ്ണിച്ചാണ് ഇഞ്ചി ഇട്ടിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മല്ലിയില ഇട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മന്തി മസാലയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മസാല നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ വിനാഗിറും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടിട്ടുണ്ട് 1/2 മണിക്കൂർ. സൂപ്പർ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ വിനാഗിർ ഒഴിച്ചു കൊടുത്തത് ബീഫ് ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിനാഗിർ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കൊരു അടുപ്പ് കത്തിച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ കുക്കർ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 7-8 പിഷിൽ അടിക്കുന്നതിന് വരെ. നമുക്ക് ഇനി 1 കിലോ റൈസ് എടുക്കാം. അതായത് ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബീഫ് മന്തിക്ക് ഏറ്റവും നല്ല റൈസ് അത് തന്നെയാണ്. നമ്മൾ അത് എടുത്തിട്ടുണ്ട്. 1 കിലോ ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. കഴുകി കുതിരാൻ വെക്കുന്നുണ്ട്. നമുക്കൊരു അടുപ്പ് കത്തിച്ച് ഒരു ചരുവ അടുപ്പത്തിലേക്ക് വെച്ച് അരച്ചരുവും വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഇടുന്നത് 2 കഷ്ണം കറുവാപ്പട്ട, 5 ഗ്രാമ്പു, 2 തക്കോലം, 5 ഏലക്ക, ആവശ്യത്തിന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയേ ഇടാവുള്ളൂ. പിന്നെ ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചോറ് പരസ്പരം ഒട്ടാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചോറ് ഏതാണ്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചോറ് അരിയിട്ട് നമ്മൾ ചോറ് വെന്തു. ചോറ് ഊറ്റുകയാണ് നമ്മൾ. ആ ചോറ് ഊറ്റി നമുക്ക് ഇനി ഒന്ന് ദമ്മിട്ട് കൊടുക്കണമുണ്ട് കേട്ടോ. ആ ചോറ് അങ്ങോട്ട് ഊറ്റി നമ്മുടെ ബീഫും വെന്ത് കിടക്കുകയാണ്. ഇത് വലിയ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആക്കാതിരിക്കാനാണ് ഇത്ര ഷോർട്ടിൽ നമ്മളത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ബീഫ് വെന്തത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മുടെ ബീഫിന്റെ ഗ്രേവി നമ്മൾ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ബീഫിന്റെ ഗ്രേവി കോരി മാറ്റിയിട്ട് നമ്മൾ വേറൊരു ചരുവം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലാണ് നമ്മൾ
നല്ല സൂപ്പറായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ദമ്മിടുന്നത്. നമ്മുടെ ചോറും കൂടി നമ്മൾ ആ ബീഫിന്റെ മുകളിലേക്ക് പകുതി ചോറ് ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ മസാല നമ്മൾ ചോറിന്റെ മുകളിലേക്ക് വിതറി കൊടുക്കുകയാണ്. ദാ പിന്നെ നമ്മുടെ മൊത്തം ചോറും നമ്മൾ അതിലേക്ക് കുഴഞ്ഞിട്ടിട്ട് 1 സ്പൂൺ മസാല വീണ്ടും നമ്മൾ രണ്ടാമത്തെ ലെയറിലും നമ്മൾ അത് ചിതറി കൊടുത്ത് ബീഫ്, അത് നല്ല അടിപൊളി ബീഫ് മന്തിക്കുള്ള മസാല തന്നെയാണ്, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. സൂപ്പർ ഒരു മസാലയാണ്. പിന്നെ നമ്മൾ 5-8 പച്ചമുളക് നമ്മൾ ഈ ചോറിലേക്ക് നമ്മൾ ആഴ്ത്തി പൂത്തി കൊടുക്കുകയാണ്. കാരണം ഈ പച്ചമുളകിന്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചമുളക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിന്റെ ഗ്രേവി നമ്മൾ ഈ ചോറിന്റെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാ മടമാണെന്ന് അറിയാൻ പറ്റവരെ, ഒരു ഹോട്ടലിൽ ഇത്രയും ടേസ്റ്റിൽ മന്തി കിട്ടില്ല. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഫുഡ് കളർ ഒരു തുള്ളി പാലിൽ നമ്മൾ അത് കലക്കി അതും നമ്മൾ ഈ ചോറിന്റെ മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മല്ലിയിലയാണ് ഇതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ മല്ലിയില നല്ലതുപോലെ അരിഞ്ഞ് അതിന്റെ മുകളിലേക്ക് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 കഷ്ണം കരി വെച്ച് നല്ലൊരു പുക കൊടുക്കാനുണ്ട് ഇതിന്. 2 കഷ്ണം കരി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നമുക്കൊന്ന് ദമ്മിടാം കേട്ടോ. പിന്നെ എന്റെ വീഡിയോ കാണുന്നവര്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണേ. എനിക്ക് എന്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മന്തി ദമ്മിൽ നിന്നും നമ്മൾ എടുത്തതാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടിയുണ്ട്. നമ്മുടെ മന്തി റൈസും മസാലയും എല്ലാം കൂടെ അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ദമ്മ് പൊട്ടിച്ചപ്പോൾ എന്നാ മണമാണെന്ന് അറിയുമോ? ഒരു ഹോട്ടലിലും ഇത്രയും നല്ലൊരു ബീഫ് മന്തി കിട്ടില്ല. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അടിപൊളി ഒരു മന്തിയാണ്. ഇതെല്ലാം കൂടെ റൈസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റില് അടിപൊളിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ഒരു മന്തിയാണ്. ഇതിനപ്പുറത്തോട്ട് വേറൊരു മന്തി ഒരു ഹോട്ടലിലും കിട്ടില്ല. നമ്മൾ കെമിക്കലും വിഷങ്ങളും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അടിപൊളി ഒരു മന്തിയാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ ചെയ്തിരിക്കുന്ന 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/2 സവാള എടുത്തിട്ടുണ്ട്, 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് പച്ചമുളക് ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു, ആ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്ത്, തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് അടിപൊളി ഒരു ചട്നി ആയിരിക്കും. നിങ്ങൾ ഇതേപോലെ പരീക്ഷിച്ച് നോക്കുക, സൂപ്പർ ആയിരിക്കും. ഈ മന്തിക്ക് ഏറ്റവും നല്ലൊരു ചട്നിയാണിത്. നിങ്ങൾ അടിച്ചു നോക്കുക, അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. താങ്ക് യു.